പത്മശ്രീ അവാർഡ് കിട്ടിയതിൻ്റെ പേരിലല്ല ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് സീസൺ 6 പോയിട്ടുള്ളത്. ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നൊരു ടാഗിൽ നിന്നുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ആ ഒരു ഹൗസിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടുത്തും പരക്കെ കാണിക്കുന്ന ആ ഒരു പുച്ഛവും പരിഹാസം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ജാസ്മിൻ മാറ്റി വെച്ചേക്കുക. കാര്യം ജാസ്മിൻ്റെ ഗെയിംസിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സും മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം അടച്ചാക്ഷേപിക്കുമ്പോൾ ജാസ്മിൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ യൂട്യൂബേഴ്സും ഒരേപോലെയല്ല. ആൻഡ് ഓഫ് കോഴ്സ് ജാസ്മിൻ അവിടെ കളിച്ചിട്ടുള്ള നെഗറ്റീവ് ഗെയിംസിനെ കുറിച്ചിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള പല യൂട്യൂബേഴ്സും നെഗറ്റീവ്സും സംസാരിച്ചിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ജാസ്മിൻ അവിടെ പോസിറ്റീവായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പോസിറ്റീവും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവിടെ ഒരു ബെൽറ്റിന് കീഴിലുള്ള ചില യൂട്യൂബേഴ്സ്, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ചില യൂട്യൂബേഴ്സ് ജാസ്മിൻ്റെ നെഗറ്റീവ്സ് പറയാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആ ഒരു പരിപാടി നിർത്തിയതാണ്. കാര്യം അവർ ഈ പറയുന്ന പോലെ ജാസ്മിൻ ചിരിക്കുമ്പോൾ പല്ല് കണ്ടില്ല, നടക്കുമ്പോൾ മുട്ടുമടങ്ങി എന്നുള്ള സില്ലി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇതുവരെ എക്സ്പോസ്ഡ് അല്ലാത്ത പ്രൈവറ്റ് ലൈഫിലെ കുറേ കാര്യങ്ങൾ മോഷ്ടിച്ചെടുത്തുകൊണ്ട് വന്ന് അത് എക്സ്പോസ് ചെയ്ത് അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കുറേ വീഡിയോസൊക്കെ ചെയ്തപ്പോഴത്തേക്കിന് നമുക്കത് വ്യക്തിപരമായിട്ടൊരു താല്പര്യം തോന്നിയിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഈ ബെൽറ്റിലൊന്നും പെടുന്ന ഒരു യൂട്യൂബർ അല്ല, ഞാനൊരു ഇൻഡിവിജ്വലായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജാസ്മിൻ ആ ഒരു വീഡിയോ ഇട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് എനിക്ക് കുറേ യോജിപ്പുകളും തോന്നി, കുറേ വിയോജിപ്പുകളും തോന്നി. എന്തായാലും ജാസ്മിൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് ഞാൻ അകത്ത് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിനോടായിരുന്നു എൻ്റെ ഫാമിലി നോക്കാനും അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു 3-4 പേരെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത്. എൻ്റെ കുടുംബം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോകണേ. പിന്നെ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലും എൻ്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞിരുന്നു വേറെ ആർക്കും കൊടുക്കരുത്, ഇന്ന വ്യക്തിക്ക് മാത്രമേ കൊടുക്കാവൂ എന്നൊക്കെ. അവർ കുറേ കാശിനൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത്, ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് അറിയുന്നത്. അതിനൊക്കെ ഉള്ളത് ദൈവം കൊടുത്തോളും, ഞാനൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. ദൈവമൊന്നും ചെയ്യാനില്ല, ചെയ്യാനുള്ളത് നമ്മളൊക്കെ തന്നെ ചെയ്യണം. കാര്യം ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളത് കാര്യം ബിബി ചെയ്തിട്ടുള്ള ആ ഒരു പരിപാടി. കാരണം അത്രയും വിശ്വസ്തനായിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് പോയിട്ടുള്ള ജാസ്മിൻ പിന്നീട് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഇതേ ഫ്രണ്ട് നേരെ ഉൾട്ടയടിച്ചിട്ട് പിന്നീട് കുത്തിയിട്ടുള്ള ഒരു പരിപാടികളൊക്കെ തന്നെയാണ്. ആൻഡ് ഇവരുടെ ഫാമിലിയൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതേ ബിബി തന്നെ ഇവരുടെ ഇൻ്റർവ്യൂ എടുത്തു. പിന്നെ എല്ലാ ആളുകൾക്കും കണ്ടന്റ് ദാതാവായിട്ട് ഇരയാക്കിക്കൊണ്ട് ഇവരെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത് ബിബി തന്നെയാണ്. ആൻഡ് ബിബിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളോട് കഴിഞ്ഞ ദിവസം ബിബി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തിലെ കുറച്ച് ഭാഗം ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഞാൻ ചെയ്ത ഒരു തെറ്റ് ഞാൻ പറയാം. ഞാനൊരു വ്യക്തിയെ ആദ്യം ഭയങ്കരമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആദ്യമേ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. പിന്നെ എനിക്ക് അത് മാറ്റേണ്ടി വന്നു. ഞാൻ കണ്ടിന്യൂസ്ലി ആ വ്യക്തിക്കെതിരെ ഞാൻ നെഗറ്റീവ് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. നെഗറ്റീവ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയോ വളരെ ചീത്ത വിളിച്ച് സംസാരിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതെ, വളരെ മോശമായിട്ടോ ചീത്ത വിളിച്ച കാര്യങ്ങളൊന്നും ബിബിക്കുട്ടൻ സംസാരിച്ചിട്ടില്ല. പിന്നെ ബിബിക്കുട്ടൻ ചെയ്തിട്ടുള്ള പരിപാടി എന്തൊക്കെയായിരുന്നു? ഇന്നേ വരെ ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് അല്ലാത്ത, പബ്ലിക്കിൽ എക്സ്പോസ്ഡ് അല്ലാത്ത ഇവരുടെ പ്രൈവറ്റ് ലൈഫിലെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പ്രൈവറ്റ് ചാറ്റ് ഉൾപ്പെടെ ഇവരുടെ വോയിസ് റെക്കോർഡിംഗ് ഉൾപ്പെടെ ബിബി ആണെങ്കിൽ നേരെ മോഷ്ടിച്ചെടുത്തുകൊണ്ട് വന്ന് എല്ലാവരുടെയും മുന്നിൽ ഈ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ എല്ലാവരുടെയും മുന്നിൽ വലിച്ചു കയറാനും വേണ്ടി ഇട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നിങ്ങൾ തെറി വിളിക്കുകയോ മോശം പറയേണ്ട ഒരാവശ്യമില്ല, ഇത് തന്നെ ചെയ്താൽ മതി. നമ്മുടെ എല്ലാവരുടെ ലൈഫിലുണ്ടാകും ഈ പറയുന്ന പ്രൈവറ്റ് ആയിട്ട് മറ്റാരും അറിയരുത്, മൂന്നാമതൊരാൾ അറിയരുത് എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് എല്ലാവരുടെ ലൈഫിലുണ്ടാവും. അത് ഇതുപോലെ നമ്മൾ ഏറ്റവും വിശ്വസിച്ച ഒരു സുഹൃത്ത് നമ്മുടെ അടുത്തുകൊണ്ട് ഇത്തരം രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുത്ത് എല്ലാ ആളുകൾക്കും ഒരു പ്രദർശന വസ്തുവായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു സുഹൃത്തിനെ പറ്റിയിട്ട് നമ്മൾ എന്തോന്നാണ് പറയേണ്ടത്? വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആൻഡ് ഇപ്പം ജാസ്മിൻ അവിടെ ചെയ്തിട്ടുള്ള ഒരു നെഗറ്റീവായിട്ട് ചെയ്താൽ നെഗറ്റീവും പോസിറ്റീവായിട്ട് ചെയ്താൽ പോസിറ്റീവും അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് നല്ലൊരു സുഹൃത്ത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു ഓഡിയൻസിൻ്റെ പൾസ് ജാസ്മിൻ്റെ നെഗറ്റീവ് കേൾക്കാനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരുടെ പ്രൈവറ്റ് ലൈഫിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത്? ഞാൻ ചെയ്യാൻ നിന്ന ഇപ്പോൾ എന്നെ ഇട്ട് കൊടുത്തത് തീക്കാണെങ്കിൽ ഞാൻ അങ്ങേയറ്റം ആളിക്കത്തുന്ന തീക്ക് അവരെ ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാവും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. എന്നോട് ചെയ്തത് തന്നെ ഞാൻ തിരിച്ചു ചെയ്താൽ ഞാൻ അവർ തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഇത് ഒരു മെജോറിറ്റി ആൾക്കാരുടെയും ഒരു തോട്ട് പ്രോസസ്സാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഇത്രയും വലിയൊരു ദ്രോഹോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് നമ്മൾ തിരിച്ച് ചെയ്യത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് ചെയ്യാനൊരു അവസരം കിട്ടിയാലും പല ആൾക്കാരും ചെയ്യത്തില്ല. എന്നിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത്. ഈ ഒരു കാര്യം എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം മുള്ളിനെ എടുക്കേണ്ടത് മുള്ളുകൊണ്ട് തന്നെയാണ്. കാരണം അത് പ്രകൃതി നിയമമാണ്. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഗാന്ധിയെ പോലെ ചിന്തിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ജാസ്മിൻ ജാഫർ ഗാന്ധിയുടെ മാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബിഗ് ബോസ് സീസൺ 6 നമ്മൾ കണ്ടിട്ടുള്ളതാണ് ജാസ്മിൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ ആ ഒരു ഹൗസിനകത്തുനിന്ന് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് പിന്നീട് ഒരു ക്ലെൻസിങ് കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്നുള്ളത്. അതുകൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങളായിരിക്കും അല്ലേ? പിന്നെ പറഞ്ഞു വരുത്തിയത് പലതും, അതൊക്കെ പലതും നുണയാണെന്ന് കാലം തെളിയിക്കും. അതിനകത്ത് 1-2-3 കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ എൻഗേജ്മെൻറ്റ്, തേങ്ങ മാങ്ങ ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല. എൻഗേജ്മെൻറ്റ്, തേങ്ങ മാങ്ങ ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല എന്നുള്ളത്. ജാസ്മിൻ ഈ പറയുന്ന ഹൗസിനകത്തുനിന്ന് കിട്ടിയിട്ടുള്ള നെഗറ്റീവ്സ് ഒന്നും പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ വെളി വന്നിട്ട് പിന്നെ എല്ലാവരും എന്നെ നെഗറ്റീവ് എന്നെ പൊങ്കാലയിടുന്ന പറഞ്ഞുകൊണ്ട് പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. കാര്യം ജാസ്മിൻ്റെ വാപ്പ തന്നെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ് ജാസ്മിൻ്റെ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളതാണെന്ന്. അത് ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. എന്റെ മകളുടെ കല്യാണം നിശ്ചയം കഴിഞ്ഞു. പക്ഷെ ഞാനായിട്ട് തന്നെ എന്റെ മകളോട് പറഞ്ഞിട്ടുണ്ട് ഒരു മീഡിയയിലും പറയരുതെന്ന് പറഞ്ഞു. കാരണം എനിക്കത് ഇഷ്ടമല്ല.
കഴിഞ്ഞ നിശ്ചയത്തിന് പോലും വീഡിയോ പറയരുതെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അപ്പൊ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറ്റത്തില്ല പറയേണ്ടതെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പൊ പറഞ്ഞത് പെട്ടെന്ന് എനിക്കൊരു വല്ലായ്ക വന്നപ്പോൾ ഇനി എന്നെ കൊണ്ട് അത്തായിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ, അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ, ഞാൻ ചെയ്ത നെഗറ്റീവ് ആണോ എന്നുള്ള ചിന്തയെല്ലാം എൻ്റെ മകളുടെ മനസ്സിലുണ്ടായി. അപ്പോൾ ജാസ്മിൻ്റെ വാപ്പ തന്നെ പറയുന്നുണ്ട് ജാസ്മിൻ്റെ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളതാണെന്നുള്ളത്. പിന്നീട് ജാസ്മിൻ ഇപ്പോൾ ആ ഒരു ഹൗസിനകത്തിരുന്ന് തന്നെ ജാസ്മിൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്നൊക്കെ. പിന്നീട് പുറത്ത് വന്നിട്ട് ഇതെല്ലാം ആൾക്കാർ ഒരുമാതിരി മണ്ടന്മാരാക്കുന്ന രീതിയിൽ പറയുമ്പോൾ ജാസ്മിൻ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ഷോയിൽ ഡേ 1 തൊട്ട് 100ാമത്തെ ദിവസം വരെ ഇവിടെയുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഇതെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതും പിന്നീട് ഈ പറയുന്ന ജാസ്മിൻ്റെ വാക്പ ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പിന്നീട് ആരെയാണ് മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? ഇതുപോലുള്ള കുറേ കാര്യങ്ങളും ജാസ്മിൻ ആ ഒരു ഹൗസിനകത്ത് കിടന്നുകൊണ്ട് ആൾക്കാരെ ഒരുമാതിരി പൊട്ടന്മാരാക്കുന്ന സാധനങ്ങൾ കാണിച്ചപ്പോൾ തന്നെയാണ് ജാസ്മിൻ ഇത്രത്തോളം നെഗറ്റീവ് വന്നിട്ടുള്ളത്. ആൻഡ് വിവി ചെയ്ത പോലത്തുള്ള പ്രൈവറ്റ് ലൈഫിൻ്റെ കാര്യങ്ങളോ അതൊന്നും എക്സ്പോസ് ചെയ്ത സാധനത്തെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ഹൗസിനകത്ത് ജാസ്മിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ ജാസ്മിൻ ആ ഹൗസിനകത്തും പ്രവർത്തിച്ചപ്പോഴാണ് ഇത്രത്തോളം നെഗറ്റീവ്സ് കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുള്ളത്. എൻ്റെ ഫാമിലി അവർക്ക് പലതും എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, എങ്ങനെ പ്രതികരിക്കണമെന്നും അവർക്കറിയില്ല. ഇപ്പോൾ ഈവൻ എനിക്കാണെങ്കിൽ പോലും എനിക്ക് പലതും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം അത് ഉപയോഗിച്ച കുറേ ആൾക്കാരുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ചെയ്യാം, കുറേ ഇൻകത്തിന് വേണ്ടിയിട്ടാണ്, കുറേ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യാം ഇത് ചെയ്യാന്നുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകൾ ഈ എല്ലാ സോഷ്യൽ മീഡിയ ചാനൽസിനെയും ജാസ്മിൻ പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ എല്ലാം ഒരു പ്രൈമറി സോഴ്സ്, അതായത് ജാസ്മിൻ്റെ വാപ്പയാണെങ്കിലും എല്ലാ ആളുകളുടെ മുന്നിലേക്ക് ഇതുപോലെ പ്രദർശന വസ്തുവായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർത്തി കൊടുത്തൊരു വ്യക്തിയുണ്ട്. ആ ജാസ്മിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന വിവി തന്നെയാണ്. ആ വിവിയെ പറഞ്ഞാൽ മതി കുറ്റം. കാരണം വിവിയാണല്ലോ എല്ലാ ആളുകളിലേക്കും ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്ന ആളായിരിക്കുമല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കുറ്റക്കാരൻ. പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ഡ്രോപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ ആളുകളും സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, കാര്യം ഇപ്പം നമ്മുടെ നാട്ടിൽ കഞ്ചാവ് അടിക്കുന്നത് ഒരു തെറ്റാണ്. ആ ഒരു കഞ്ചാവ് ഒരാൾ ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കുന്നവനെ മാത്രം തെറ്റുകാരൻ എന്ന് പറയാൻ പറ്റത്തില്ല. അവൻ ഈ സാധനം ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കുമല്ലോ, അതാണല്ലോ ഇവിടുത്തെ പ്രൈമറി സോഴ്സ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ കുറ്റക്കാരൻ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയല്ലേ. അപ്പം അയാളിലേക്കല്ലേ കണ്ണ് അല്ലെങ്കിൽ വിരൽ ചൂണ്ടേണ്ടത്. ഈ ഒരു കേസിലും വിവി തന്നെയല്ലേ തെറ്റുകാരൻ. അപ്പം ആ കാര്യത്തിൽ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറയണ്ട, അതിനകത്ത് വിവിയെ പറഞ്ഞാൽ മതി. ഓക്കെ, തെളിവുകൾ വേണമെങ്കിൽ ഞാൻ വിത്ത് പ്രൂഫ് ഞാൻ കൊണ്ടുവരാൻ, എനിക്ക് അതിനൊരു പ്രശ്നമില്ല. പിന്നെ അയ്യോ പൊത്തോന്ന് കിടന്ന് വിളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. ഇതുവരെ നീയൊക്കെ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഇല്ലായിരുന്നു എന്ന് ഓർക്കണം. ഞാൻ അതിനകത്തായിരുന്നു, പലതും ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പം നീയൊക്കെ കളിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ജീവനോടുണ്ട്, ഞാൻ ചാവുന്നവരിവിടെ കാണും. എൻ്റെ അടുത്ത് ഓരോ ഡയലോഗ് അടിക്കുമ്പോഴും ആലോചിച്ചും കണ്ടു അടിക്കണം. കാരണം നീയൊക്കെ ഈ പ്രൂഫ് തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം. അപ്പം ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ജാസ്മിനെ കൊണ്ടുവരാനുള്ളത് കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ. അത് കൊണ്ടുവരുന്നതിൽ ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ ന്യായങ്ങളുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഇവിടെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ജാസ്മിന് അത് തെളിയിക്കാനുള്ള എല്ലാവിധ റൈറ്റ്സും ഉണ്ട്. അതിനെല്ലാം ജാസ്മിൻ്റെ ഭാഗത്ത് ജെന്യൂനിറ്റി തോന്നുന്നെങ്കിൽ എല്ലാ ആളുകളും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. അല്ലാതെ ഇങ്ങനെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. കൊണ്ടുവരാനുണ്ടെങ്കിൽ കൊണ്ടുവരിക, ദാറ്റ്സ് ഇറ്റ്. ഗബ്രിയുടെ കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഗബ്രി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് ഭ്രാന്തുകളും ഒരുപാട് അതും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അതൊരു പ്രഷർ കുക്കറാണ്. നമ്മൾ ചിന്തിക്കുന്നൊരു ഇതല്ല. ഇത്ര ആൾക്കാർ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം പറഞ്ഞു തന്നാലും അത് പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കളിയാക്കലോടെയും എടുക്കാനേ പലർക്കും പറ്റുള്ളൂ. ഇതെനിക്ക് വയ്യാതെ കിടന്നതുപോലും, എനിക്ക് ഒട്ടും വയ്യാതെ കിടന്നതുപോലും ഞാൻ ചിലപ്പോൾ ഒരു റീൽ ഞാൻ ഇങ്ങനെ കണ്ടു. അതിൻ്റെ അടിയിലൊക്കെ എന്തോരം മോശം കമൻറ്റ് എന്തൊക്കെയാണ് പറയണത്, എനിക്ക് കണ്ടിരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നമുക്ക് അത്രയും നമ്മൾ അവിടെ അനുഭവിച്ചിട്ട് അതിന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു നോവ് കാണുള്ളത്. കാരണം അത് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ശരിയാണ് ജാസ്മിനെ, ആളുകൾക്ക് കണക്ട് ചെയ്യാൻ കഴിയാഞ്ഞതുകൊണ്ടാണ്. ആൻഡ് അവർക്ക് ഒരിക്കലും അത് കണക്ട് ചെയ്യാനും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിനെ പോലെ തന്നെ ഒരുപാട് ബോയ്സ് ടൈപ്പ് ഗേൾസ് നമ്മുടെ നാട്ടിലുള്ളതാണ്. അവരെല്ലാവരും ഈ പറയുന്ന ഫ്രണ്ട്സിനെ ഹഗ് ചെയ്യാറുണ്ട്, കാഷ്വലി കിസ് ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 24 മണിക്കൂറും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എന്താണ് പറയുന്നത്? ജാസ്മിൻ വയ്യാതെ കിടക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും അല്ല, 24 മണിക്കൂറും ആളുകൾ നോക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഓക്കെ, അതിന് എന്ത് പേരാണ് പറയേണ്ടത്? നിങ്ങൾക്ക് രണ്ടുപേരുടെയും കണ്ണിലും ഭാവത്തിലും എല്ലാം അതിനകത്ത് നല്ല പ്രണയം രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്. ഓക്കെ, അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് നിങ്ങളൊന്നും പറയില്ല. ഞങ്ങൾ പ്രണയത്തിൽ വരാതിരിക്കാൻ ഞങ്ങളത് തടഞ്ഞു വെച്ചേക്കുകയാണ്, അല്ലെങ്കിൽ പുറത്തൊരു ലവർ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഇയാളുമായിട്ട് പ്രണയം വരാതിരിക്കാൻ തടഞ്ഞു വെച്ചേക്കുകയാണ് എന്നുള്ള കുറേ കാര്യങ്ങൾ ജാസ്മിൻ പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് ആളുകൾക്ക് കണക്റ്റ് ആവുക? പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ക ഫ്ലേട്ടിങ് തന്നെയാണ്. അപ്പം നിങ്ങളത് ഫ്ലേട്ടിങ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്താലുള്ള തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ സൊസൈറ്റി ഈ ഫ്ലേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ സൊസൈറ്റി അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അതാണെങ്കിലും പറഞ്ഞാൽ മതി. ഇതൊന്നുമില്ല. നിങ്ങൾ എന്നിട്ട് പറയുന്നത് ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കാണ് ഇത് കണക്ട് ചെയ്യാൻ പറ്റുക? അതൊരിക്കലും ആർക്കും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. അത്രയോ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഷോ കാണിക്കുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ.
ഷോ കാണിച്ചു തരുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ. പിന്നെ കുറച്ച് BGM കുത്തിക്കയറ്റി തോന്നിവാസവും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് സാധനം ഇറക്കുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നിങ്ങൾക്കത് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തിട്ടാലാണ് നിങ്ങൾക്ക് ചാനലിൽ റീച്ച് കിട്ടുന്നത് അല്ലെങ്കിൽ എന്തിട്ടാലാണ് നിങ്ങളുടെ ചാനലിൽ ഇൻകം കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് സഫർ ചെയ്യുന്ന കുറച്ച് ജന്മങ്ങളൂടെ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. അത് ഒരു മര്യാദയാണ്. ആ മര്യാദ ആദ്യം കാണിക്കേണ്ടത് ജാസ്മിനാണ്. കാരണം ജാസ്മിൻ കാണാൻ എത്രത്തോളം ആളുകൾ പുറത്ത് സഫർ ചെയ്തു എന്നുള്ള കാര്യം ജാസ്മിൻ ആലോചിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ജാസ്മിൻ്റെ വാപ്പിക്കാണ്. കാരണം ഒരു ഹാർട്ട് പേഷ്യൻ്റ് എന്ന നിലയിൽ ആളുകളുടെയൊക്കെ മുന്നിൽ ഒരു കോമളയായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുള്ളത് ജാസ്മിൻ്റെ വാപ്പിക്കാണ്. ജാസ്മിൻ ഒരാൾ കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസണുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാളുടെ വാപ്പയാണെങ്കിൽ ഹൗസിനകത്തേക്ക് വിളിച്ചിട്ട് ആ ഒരു കണ്ടസ്റ്റൻ്റ് അടുത്ത് പറയുന്നത്, മോളെ നിനക്ക് പുറത്തെല്ലാം നല്ല രീതിയിലുള്ള നെഗറ്റീവ് നടക്കണം, നീ അതുകൊണ്ട് മര്യാദയ്ക്ക് കളിക്കണം എന്ന് പറയുന്ന ഒരു നിസ്സഹായ അവസ്ഥ ആ ഒരു വാപ്പയ്ക്ക് ഉണ്ടാവുകയാണ്. പിന്നീട് ഹാർട്ട് പേഷ്യൻ്റ് ആണ്, ഹാർട്ടിൻ്റെ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ പുള്ളിക്ക് കോമാളിയാവേണ്ടതായിട്ട് വരുന്നു. പിന്നീട് സായി ചേട്ടൻ്റെ അടുത്താണെങ്കിൽ അകത്തേക്ക് പറഞ്ഞു വിടേണ്ട ഒരു സാഹചര്യം പുള്ളിക്ക് ഉണ്ടാകുന്നു. എന്നിട്ടും പുള്ളി അകത്തേക്ക് വന്നിട്ടുള്ള ആ ഒരു എപ്പിസോഡുകളിൽ ഈ ഒരു ഗബ്രിയായിട്ടുള്ള ഒരു സാധനം പിന്നെയും മാറ്റിയിട്ട് കാരണം കൊണ്ട് പുള്ളി മാക്സിമം ശ്രമിച്ചു ജാസ്മിൻ അത്രത്തോളം നെഗറ്റീവ് വന്നിട്ട്. എന്നിട്ടും ജാസ്മിൻ വാപ്പയുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക കാര്യങ്ങളൊന്നും ചെയ്യാതെ ജാസ്മിന് തോന്നിയതുപോലെ ജാസ്മിൻ അവിടെ ചെയ്തു. ഓക്കെ, അങ്ങനെ ജാസ്മിൻ കാരണം എത്രത്തോളം പുള്ളി സഫർ ചെയ്തു. ആൻഡ് ജാസ്മിൻ്റെ പുറത്തുണ്ടായിരുന്ന ജാസ്മിൻ്റെ അഫ്സലിക്ക ഇത് കാരണം എത്രത്തോളം സഫർ ചെയ്തു എന്നുള്ള കാര്യം ജാസ്മിൻ ആലോചിച്ചിട്ടുണ്ടോ? ഇതൊന്നും ജാസ്മിന് കുഴപ്പമില്ല. ജാസ്മിൻ എന്ത് ചെയ്യുക, ജാസ്മിൻ ആരും ഒന്നും പറയാൻ പാടില്ല. പിന്നെ BGM കുത്തിക്കയറ്റി വീഡിയോസൊക്കെ ഇട്ടു എന്ന് ജാസ്മിൻ പറയുന്നുണ്ടല്ലോ. ഈ വീഡിയോസ് ഒന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളല്ല. ജാസ്മിൻ അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ എപ്പിസോഡുകളിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്ന BGM ഒക്കെ കേട്ടിട്ടുള്ളത്. അതായത് ജാസ്മിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇത് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകരും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ജാസ്മിൻ അവിടെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ. അതിനകത്ത് പിന്നെ BGM കുറ്റി കയറ്റി എന്ന് പറയുന്നതാണ് ജാസ്മിൻ ഇത്രത്തോളം വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. നമുക്ക് തോന്നുന്നത് എന്തും അവിടെ കാണിക്കും, പക്ഷേ അതിനെപ്പറ്റി ആരും ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? സഹിക്കാൻ പറ്റാത്തത് വേറെ നമ്മുടെ ഓൺലൈൻ മീഡിയ അല്ലാതെ വേറെ നമ്മുടെ TV ചാനലിൽ തന്നെ ഒരു ചാനലിനകത്ത് അവർ ഒരു സ്ക്രിപ്റ്റ് പോലെ ചെയ്ത് കാണിച്ച് വെച്ചിരിക്കുന്ന തോന്നിവാസം, അത് കണ്ട് എൻജോയ് ചെയ്യുന്ന കുറച്ച് ജഡ്ജസ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനുഷ്യന്മാരാണെന്ന് ചിന്തിക്കണം. ജാസ്മിൻ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലയിൽ അവിടെ നിങ്ങളെല്ലാം പറ്റിക്കൊണ്ട് അവിടെ ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? പിന്നെ മറ്റേ ആ ഒരു ചാനലിൻ്റെ പേര് ഞാനിവിടെ പറഞ്ഞില്ല, ഞാൻ അവിടുത്തെ കുറച്ച് നാൾ അവിടുത്തെ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇതേ സ്കിറ്റിലൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ജാസ്മിൻ അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ, ഇല്ലാത്ത കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ 24 മണിക്കൂർ നിങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്നു, ആ സാധനങ്ങളൊക്കെ തന്നെ അവിടെ കാണിച്ചിട്ടുള്ളൂ, ഇല്ലാത്ത കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഒരു സ്കിറ്റിൻ്റെ ഫോർമാറ്റ് ആകുമ്പോൾ ചില സാധനങ്ങളെ കുറച്ചുകൂടെ എക്സാജുറേറ്റ് ചെയ്ത് കാണിക്കും. അത് ഒരു സ്കിറ്റിൻ്റെ ഫോർമാറ്റാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ജാസ്മിനില്ല. കാര്യം അത് ഇന്ന് ഗ്രാൻഡ് ഫിനാലയുടെ നിങ്ങളുടെ ആ ഒരു അവിടെ നടത്തിയിട്ടുള്ള ഒരു സ്കിറ്റിൻ്റെ ആ ഒരു ഇത് എടുത്ത് നോക്കിയാൽ തന്നെ ജാസ്മിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കണ്ടതാണ്, ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ് ആണ്, ഒരു കൊച്ചു ആത്മഹത്യ ചെയ്യുന്നു, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ. ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ നീ അത് കഴിഞ്ഞ് വിടൂല. അതിൻ്റെ ആ കൊച്ചിൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടാത്ത രീതി പിന്നെ അത് കുത്തി പുഴുത് ചൊരണ്ടി അത് അതിൽ പക്ഷേ ഇങ്ങനെയുള്ള ചാനലുകളെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ പല ചാനൽസ് ഇവരുടെ പ്രൈവറ്റ് ചാറ്റ് അതൊക്കെ വെച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് മനഃപൂർവ്വം ചെയ്തത് ഞാൻ വിട്ടതാണ്. കാരണം ഞാനത് റിലേറ്റ് ചെയ്തൊരു 3 വീഡിയോ ഇടേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ പറയുന്ന പ്രൈവറ്റ് ചാറ്റോ സാധനങ്ങളൊന്നും എവിടെ ഞാൻ കൊണ്ടുവെക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാര്യം അത് ഒട്ടും ശരിയല്ല എന്ന് എനിക്ക് ആ ഒരു ടൈമിൽ തോന്നിയതുകൊണ്ടാണ്. പക്ഷേ അതിനകത്ത് ചാനലുകളെ മാത്രം നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ചാനലുകൾക്ക് ഇവരുടെ പ്രൈവറ്റ് ചാറ്റ്, ഓക്കെ, ഈ പയ്യൻ്റെയും ആ പെൺകുട്ടിയും തമ്മിലുള്ള കുറേ പ്രൈവറ്റ് ചാറ്റൊക്കെ വന്നിട്ട് പല ആൾക്കാരും വീഡിയോ ചെയ്യുമ്പോൾ ഈ പ്രൈവറ്റ് ചാറ്റ് എത്തിച്ച് കൊടുത്തിട്ടുള്ളത് ആരാണ്? ഒന്നുകിൽ ഈ ഒരു പയ്യൻ്റെ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഫോണിൽ നിന്നായിരിക്കും ഈ സാധനം ചോർന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിൽ ആ ഒരു പയ്യൻ എന്തായാലും ആ ഒരു ചാറ്റ് പുറത്തേക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഈ ഒരു ചാറ്റ് എടുത്തുകൊണ്ട് പബ്ലിക്കിലേക്ക് കൊണ്ടിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ഇട്ട് കൊടുത്തിട്ടുള്ള ആരാണോ അയാളെയാണ് സത്യം പറഞ്ഞാൽ ഈ കുട്ടിയുടെ മരണത്തെയും എന്താ പറയുക ഇതുപോലെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുക എന്നൊക്കെ നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് ചാനലുകളെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ജാസ്മിൻ്റെ കേസാണെങ്കിലും ഈ കുട്ടിയുടെ കേസാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിന് നമ്മളെ പോസിറ്റീവ് മാത്രം പറയുന്നത് ദയവ് ഇത് തെറ്റിദ്ധരിക്കരുത്. കാരണം ഇല്ലേ, ജനഗണമന സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഗാന്ധിയെ കൊന്നതിന് 2 പക്ഷമുള്ളൊരു നാടാണ് നമ്മുടേത്. പിന്നെ അതേപോലെ തന്നെ വിശന്നിട്ട് ഒരു പിഞ്ചു കുഞ്ഞ് വാവിട്ട് കരഞ്ഞെന്ന് പറഞ്ഞാൽ പോലും അതിനെയും നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്ത് അതിനെ കുറ്റം പറയുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്ക് നമ്മളൊരു
കണ്ടന്റ് പുറത്തേക്ക് വിടുമ്പോഴത്തേക്കിന് അതിനെ ആളുകൾ ഏത് രീതിയിലും ചിത്രീകരിക്കും. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ പാടുള്ളൂ. അല്ലാത്തവർ സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവരുടെയൊക്കെ വീഡിയോസ് കണ്ട് അതിനകത്തൊക്കെ നെഗറ്റീവ് കമൻസോ പോസിറ്റീവ് കമൻസോ ഒക്കെ ഇട്ട് കണ്ട് രസിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനക്കെട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് ജാസ്മിൻ പോയിട്ടുള്ളത് പോലെ പോകാതിരിക്കുക എന്നൊക്കെ ഉള്ളതേ പറയാനുള്ളൂ. ഇനി ഇത് ഒരു വീഡിയോ ആക്കി ഇന്നൊരു വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞിടുവാണെങ്കിൽ എനിക്കറിയാവുന്ന ഒരു ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും എൻ്റെ കുറേ ക്ലിപ്പ് ബൈറ്റ് എൻ്റെ തമ്മിലോട്ട് എനിക്ക് കോപ്പിറൈറ്റ് നല്ല സുന്ദരമായിട്ട് കൊടുക്കാം. ഞാനത് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എന്നെ കാരണം നിങ്ങളുടെ അന്നം മുട്ടരുതെന്ന് കരുതിയിട്ടാണ്. പക്ഷെ എന്നെ കൊണ്ടത് ചെയ്യിച്ചേ അടങ്ങുമെന്നാണെങ്കിൽ ഞാൻ ചെയ്യും. അല്ല, ജാസ്മിൻ എത്ര നാളായിട്ട് യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. ജാസ്മിൻ ഈ ഇവിടുത്തെ യൂട്യൂബിൻ്റെ ആണെങ്കിൽ ഫെയർ യൂസ് പോളിസിനെ പറ്റിയൊന്നും വിവരങ്ങളും കാര്യങ്ങളൊന്നും ജാസ്മിൻ അറിയത്തില്ലേ. അതുകൊണ്ട് അടിസ്ഥാനമില്ലാത്ത രീതിയിലുള്ള ഇത്തരം വെല്ലുവിളികൾ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. കാര്യം അവർക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക് കൊടുക്കും, അത് മാങ്ങ തേങ്ങ എന്നൊക്കെ പറയുന്നത് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. പിന്നെ ജാസ്മിൻ ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് കുറേ ആളുകൾ മെജോറിറ്റി ആളുകൾ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു ബെൽറ്റിന് കീഴിലുള്ള ആളുകൾ ജാസ്മിൻ്റെ പ്രൈവറ്റ് ലൈഫിലേക്ക് കയറി പോയിട്ടുള്ളത് ഓക്കെ, അത് ജാസ്മിന് പറയാനുള്ള എല്ലാവിധ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ഹൗസിനകത്ത് കാണിച്ചിട്ടുള്ള സാധനങ്ങളെ പറ്റിയിട്ട് ആൾക്കാർ പറയുന്നതിൽ ജാസ്മിൻ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് അങ്ങനെയുള്ളൊരു ഷോയാണ്, ആളുകൾ ചർച്ചാ വിഷയമാക്കുന്ന അതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും പോസിറ്റീവായിട്ട് നെഗറ്റീവ് അഭിപ്രായം ആളുകൾ പറയുന്ന ഒരു ഷോ തന്നെയാണത്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ അവർ ഷോയിലേക്ക് പോയിട്ടുള്ളത്. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് പുറത്തുള്ള കുറേ കാര്യങ്ങൾ അടിസ്ഥാനമില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറയുമ്പോൾ ജാസ്മിൻ ഓർക്കുക, ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് ജാസ്മിൻ ചെയ്തിട്ടുള്ള എല്ലാം ശരിയാണോ എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ.